ഓക്കെ, അപ്പം നമ്മളിനി SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് ചുമ്മാ വരച്ച് നോക്കാവേ. അപ്പം നോക്കിക്കേ, എസ്സും ആറും 00 ആവാം, 01 ആവാം, 10 ആവാം, 11 ആവാം, എന്തും ആവാം അല്ലേ. 00 ആവാം, 01 ആവാം, 10 ആവാം, 11 ആവാം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് എങ്ങനെയാണ് പറഞ്ഞത്, 01 ആണെങ്കിൽ Q1 ഉം Q ബാർ എന്തായിരിക്കും, 0 ആയിരിക്കും. ആ സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തായിരിക്കും, സെറ്റ് ആയിരിക്കും. ഇനി 10 ആവുന്ന സമയത്താണെങ്കിലോ, 10 ആവുന്ന സമയത്ത് ക്യൂവിൻ്റെ വാല്യൂ 0 ആയിട്ടും ക്യൂ ബാറിൻ്റെ വാല്യൂ 1 ആണ്. ക്യൂവിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആ ഒരു ലാച്ച് ഏത് സ്റ്റേറ്റിലാണ്, റീസെറ്റ്. ക്യൂവിനെയാണ് എപ്പോഴും നോക്കുന്നത്. ക്യൂ 1 ആണെങ്കിൽ അത് സെറ്റായിരിക്കും, ക്യൂ 0 ആണെങ്കിൽ അത് റീസെറ്റാണ്. ഓക്കെ, ഇനി എസിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 0യും കൊടുത്തപ്പോൾ ഞാൻ ഏത് കണ്ടീഷനിലാണെന്നാണ് പറഞ്ഞത്, ഇൻവാലിഡ്. നമുക്ക് ക്യൂവും ക്യൂ ബാറും ഒരേപോലെ വരും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടീഷൻ എപ്പോഴും എന്താണ്, ഇൻവാലിഡ് കണ്ടീഷനാണ്. ഇനി എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 1ഉം ആണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, നോ ചേഞ്ച്. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് എന്തായിരുന്നോ അതിൻ്റെ ഔട്ട്പുട്ട് അത് തന്നെ റിപ്പീറ്റ് അടിക്കത്തുള്ളൂ. അത് 01 ആവാം, അല്ല 10 ആവാം, എന്തും ആവാം. തൊട്ട് മുമ്പ് എന്തായിരുന്നോ ഈ നമ്മൾ കൊടുക്കുമ്പം തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. ഓക്കെ, ഇതാണ് ഒരു SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഇനി നമ്മളിനി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കിടക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ ടേബിൾ എഴുതിയിട്ടുണ്ട്, ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും ഒക്കെ തമ്മിലുള്ളൊരു കമ്പാരിസൺ. എന്താണ് ലാച്ച്, എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഞാൻ ആദ്യമേ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ആരെ വേണം, ലാച്ച് വേണം. ലാച്ചിൽ നിന്ന് മാത്രമേ നമുക്ക് ആരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് കണ്ടോ, ലാച്ചസ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആൻഡ് ദീസ് ക്യാൻ ബി ബിൽറ്റ് ഫ്രം ലോജിക് ഗേറ്റ്സ്. ഒരു ലാച്ച് ഉണ്ടാക്കുന്ന ഇവിടുന്ന് ലോജിക് ഗേറ്റ്സ് വെച്ച്. ആരുപയോഗിച്ച് മാത്രമല്ല നമ്മൾ ലാച്ച് പറഞ്ഞത്, നാൻഡ് വെച്ച് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നാൻഡ് മാത്രം മതി. അത് ക്ലോക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ലാച്ചിന്? ഇല്ല. അപ്പം ക്ലോക്ക് സിഗ്നൽ ഇല്ല. അതുപോലെ ലാച്ച് ഉണ്ടാക്കണമെങ്കിൽ ആരും മതി, ലോജിക് ഗേറ്റ്സ് മതി. ഗേറ്റ് വെച്ച് നമുക്ക് ആരെ ഉണ്ടാക്കാം, ലാച്ച് ഉണ്ടാക്കാം. പക്ഷേ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആരെ വേണം, ലാച്ചിനെ വേണം. കണ്ടോ, ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ഓൾസോ എ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട് ബട്ട് ദേ ആർ ബിൽറ്റ് ഫ്രം ലാച്ചസ്. ലാച്ചിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കുന്നത്. ലാച്ച് ഉണ്ടാവും. അടുത്തത്, ലാച്ചിൻ്റെ ഇൻപുട്ട് എന്താണോ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. ചെക്ക് ഇൻപുട്ട് കണ്ടിന്യൂസ്ലി ആൻഡ് ചേഞ്ചസ് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ്ങിലി. ഇൻപുട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യും, ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഔട്ട്പുട്ട് എപ്പോഴും വേരി ചെയ്യുന്നത്. പക്ഷേ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിനെയും ചെക്ക് ചെയ്യും, പ്രീവിയസ് ഔട്ട്പുട്ടിനെയും ചെക്ക് ചെയ്യും. അവിടെ പറയാം, ചെക്ക് ഇൻപുട്ട് കണ്ടിന്യൂസ്ലി ആൻഡ് ചെക്ക് ദ ഔട്ട്പുട്ട് ഇൻ എ കറസ്പോണ്ടിങ് മാനർ ഓൺലി വിത്ത് ക്ലോക്ക് സിഗ്നൽ. നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കാൻ പോവുകയാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിന് അതൊരു ക്ലോക്ക് സിഗ്നൽ എന്തായാലും ഉണ്ട്. ഈ ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ടിനെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ക്ലോക്കാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻപുട്ടിന് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ലാച്ചസോ ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതാണ് വ്യത്യാസം. മൂന്നാമത്തത്, ഇൻപുട്ടിൽ ഞാൻ കൊടുത്ത ബൈനറി വിറ്റ് 00011011. ആ ബൈനറി വിറ്റ് എന്താണോ ആ വിറ്റ് വെച്ചാണ് ആര് വർക്ക് ചെയ്യുന്നത്, ലാച്ച്. ഞാൻ അവിടെ ക്ലോക്ക് കൊടുത്തായിരുന്നോ, ഇല്ല. 00011011 ഈ 4 കണ്ടീഷൻ അനുസരിച്ചാണ് ആര് വർക്ക് ചെയ്യും, ലാച്ച് വർക്ക് ചെയ്യും. പക്ഷേ ഫ്ലിപ്പ് ഫ്ലോപ്പ് അങ്ങനെയല്ല, ക്ലോക്കും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. ബൈനറി ഇൻപുട്ട് കൊടുക്കണം, 00 കൊടുക്കണം, 01 കൊടുക്കണം, 1011 അങ്ങനെ ബൈനറി ഇൻപുട്ടും കൊടുക്കണം. കൂടാതെ ആരെയോടെ കൊടുക്കണം, ക്ലോക്ക് കൂടെ കൊടുത്താലേ ആര് വർക്ക് ചെയ്യുള്ളൂ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. അടുത്തത്, ലാച്ചിനകത്ത് ക്ലോക്ക് സിഗ്നൽ ഇല്ല, പക്ഷേ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ആരുണ്ട്, ക്ലോക്കുണ്ട്. പിന്നെ രജിസ്റ്റർ എന്താ നമുക്ക് പഠിക്കാം. ഇത് നമുക്ക് ലാച്ചൊരു രജിസ്റ്ററിന് മെമ്മറി എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. രജിസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ലാച്ചിനെ, പക്ഷേ ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്ക് രജിസ്റ്ററായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ലാച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് തമ്മിലുള്ള കമ്പാരിസൺ. ഇനി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് പഠിക്കാൻ പോവാം. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, നമുക്ക് അങ്ങനെ പല ഫ്ലിപ്പ് ഫ്ലോപ്പും പഠിക്കാനുണ്ട്. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് പോവുകയാണ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതാണൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫിഗർ, നിങ്ങൾ കണ്ടോ? ഇതാരാ ഇത്? നമ്മൾ കുറച്ചും പഠിച്ച ലാച്ചല്ലേ. ഇതേ ഒരു നാൻഡും ക്യൂ ഇങ്ങോട്ട് കണക്ഷൻ, ക്യൂ ബാർ ഇങ്ങോട്ട് കണക്ഷൻ. ഇതാരാ ഇത്? ലാച്ചല്ലേ. കണ്ടോ, ഞാൻ പറഞ്ഞത് ലാച്ച് വെച്ചിട്ട് ആരെ ഉണ്ടാക്കുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഉണ്ടാക്കുന്നത്. ആദ്യം നിങ്ങളുടെ ലാച്ച് അങ്ങോട്ട് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാണ് എൻ്റെ ലാച്ച് അല്ലേ, ഇതല്ലായിരുന്നു ലാച്ച്. അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കേ, ഒരു നാൻഡ് ഗേറ്റും എക്സ്ട്രാ ഒരു നാൻഡ് ഗേറ്റൂടെ കൊടുത്തു. ഒരു ഇൻപുട്ടായിട്ട് എസ്സും ഒരു ഇൻപുട്ടായിട്ട് ആരെ കൊടുത്തു, 6 കൊടുത്തു. മറ്റേ ഇൻപുട്ടായിട്ട് ആരെ കൊടുത്തു, ക്ലോക്ക് കൊടുത്തു. ഇതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫിഗർ. ഓക്കെ, ഇനി ഞാൻ വർക്കിംഗ് പറയാൻ പോവാം. വർക്കിംഗ് പറഞ്ഞിട്ട് നമുക്ക് ട്രൂത്ത് ടേബിളിലേക്ക് പോവാം. ഇവിടെ നമ്മളെപ്പോഴും ക്ലോക്ക് ഹൈ ആയിട്ടാണ് വെക്കാറ്. ക്ലോക്ക് 0 ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം.
ഇനിഷ്യലി ക്ലോക്ക് ഹൈ ആണെന്ന് വിചാരിക്കുക. ക്ലോക്ക് ഹൈ ആയിട്ട് കീപ്പ് ചെയ്തേക്കുക. ഓൾവേസ് ഹൈ 1 ആണ്. ആദ്യത്തെ കണ്ടീഷൻ എടുക്കുവാണ്. എസ് ഇസിക്കൽ ടു 0യും ആർ ഇക്വൽ ടു 1, ക്ലോക്ക് ഇക്വൽ ടു 1. ക്ലോക്ക് 1 ആണ്, എസ് 0 ആണ്, ആർ എന്താണ് 1 ആണ്. അപ്പോൾ ഇവിടെ ക്ലോക്ക് 1 ആയതുകൊണ്ട് 10 എന്നൊരു വാല്യൂ ഇവിടെ വരും. ഇവിടെ 11 എന്ന് പറയും. അപ്പോൾ 01 വരുമ്പം ഇതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 11 വരുമ്പം ഇതിന് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആണ്. ഓക്കെ, ഇപ്പോൾ ഈ 1 ആണ് ഈ നാൻഡിലേക്ക് ചെല്ലുന്നത്, ഈ 0 ആണ് ഈ നാൻഡിലേക്കും ചെല്ലുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു, ലാച്ച് പഠിച്ചതാണ്. ലാച്ചിൽ 1 0 എന്നൊരു കണ്ടീഷനാണെങ്കിൽ എസ് ഇസിക്കൽ ടു 1ഉം ആർ ഇസിക്കൽ ടു 0യും ആണെങ്കിൽ അല്ലേ, ലാച്ചിലേക്ക് നോക്കിക്കേ. ഇതാ ലാച്ചിൽ കണ്ടോ, ഇസിക്കൽ ടു 1ഉം ആർ ഇസിക്കൽ ടു 0 ആയ സമയത്ത് ക്യൂവിൻ്റെ വാല്യൂ എന്താ? 0യും ക്യൂ ബാർ എന്തുമാണ്? 1ഉം ആണ്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് എവിടെയാണ്? റീസെറ്റിലാണ്. കണ്ടോ? അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എസ് ഇക്വൽ ടു 0യും ആർ ഇസിക്കൽ ടു 0-1 കണ്ടീഷൻ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുമ്പം 0-1 ആവുന്ന സമയത്ത് ക്യൂ എന്തായിരിക്കും? ക്യൂവിൻ്റെ വാല്യൂ 0യും ക്യൂ ബാർ എന്തായിരിക്കും? 1ഉം ആയിരിക്കും. അപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് കണ്ടീഷനിലാണ്? ക്യൂവിൻ്റെ വാല്യൂ എപ്പോഴും നോക്കുന്നത് ഞാൻ പറഞ്ഞു. ക്യൂ 0 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണ്? റീസെറ്റാണ്. ഓക്കെ, അടുത്ത കണ്ടീഷൻ. ഇനി എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം. എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടോ ഈ കണ്ടീഷൻ? ഇത് 1ഉം ഇത് 0 ആണെങ്കിൽ ക്ലോക്ക് എന്താണ്? ഹൈ ആ. അപ്പം ഇവിടെ 10 എന്നൊരു വാല്യൂ വരും. ഇവിടെ 1 ആണ് ഈ നാൻഡ് ഗേറ്റിലേക്ക് വരുന്നത്. 1 വരുമ്പം ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആണ്. ഇവിടെ 10 എന്നൊരു കണ്ടീഷനാണ് ഈ നാൻഡ് ഗേറ്റിലേക്ക് വരുന്നത്. നാൻഡ് ഗേറ്റ് 2 വരുന്നത് 10 അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, 0-1 എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് നമ്മുടെ ലാച്ചിലേക്ക് ചെല്ലുന്നത്, അല്ലേ നമ്മുടെ ലാച്ച്. ഇപ്പോൾ 0-1 എന്നൊരു കണ്ടീഷൻ ചെല്ലുമ്പം നമ്മുടെ ലാച്ചിൻ്റെ നമ്മൾ കുറച്ച് മുമ്പ് ട്രൂത്ത് ടേബിളിൽ കണ്ടതാണ് അല്ലേ, ലാച്ച് എടുക്കുവാണേ. ലാച്ചിലേക്ക് നോക്കിക്കേ, 0-1 കൊടുത്തപ്പം ലാച്ചിൽ ക്യൂ എന്തായിരുന്നു? 1ഉം ക്യൂ ബാർ എന്താണ്? 0 ആണ്. അതായത് ലാച്ച് ഏതാണ്? സെറ്റ് എന്നുള്ള കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പോൾ അതായത് എസ് ഇസിക്കൽ ടു 1ഉം ആർ ഇസിക്കൽ ടു 1-0 കണ്ടീഷൻ വരുമ്പം ക്യൂ എന്താണ്? 1ഉം ക്യൂ ബാർ എവിടെയായിരുന്നു? 0 ആണ്. ക്യൂ 1 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് കണ്ടീഷനിലാണ്? സെറ്റ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമ്മളതേ 0-1ഉം 10 ആ രണ്ട് കണ്ടീഷൻ പറഞ്ഞു അല്ലേ. എസിൻ്റെ വാല്യൂ 0-1ഉം 10. അപ്പോൾ 0-1 വരുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റിലും 10 വരുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എവിടെയാണ്? സെറ്റാണെന്നും പറഞ്ഞു. അടുത്ത കണ്ടീഷൻ, എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 1ഉം ആണെന്നങ്ങ് വിചാരിക്കാം. എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 1, ക്ലോക്കും 1. അപ്പോൾ 1 ചെല്ലുമ്പോൾ ഇത് 0 ആണ്, ഇതും എന്താണ്? 0 ആണ് അല്ലേ. രണ്ടും 0-0 കണ്ടീഷൻ ചെല്ലുവാണെങ്കിൽ ഒരു ലാച്ചിലേക്ക് 0-0 എന്നുള്ള കണ്ടീഷനാണ് ചെല്ലുന്നതെങ്കിൽ നമ്മൾ ലാച്ചിൽ പറഞ്ഞായിരുന്നു അത് ഏത് കണ്ടീഷനാണ്? ഇൻവാലിഡ് കണ്ടീഷനാണ്. ഒരു ലാച്ചിനകത്ത് 0-0 ആണ് ഇൻപുട്ട് വരുന്നതെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. അപ്പോൾ ക്യൂവും ക്യൂ ബാറും എന്താ? ഒരേപോലെ വരും. ഉണ്ടോ? ഒരേപോലെ. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എസ് ഇക്വൽ ടു 1ഉം ആർ ഇസിക്കൽ ടു 1ഉം ആവുന്ന സമയത്ത് ഇൻവാലിഡ് കണ്ടീഷനായിരിക്കും. അടുത്തത് എസ് ഇക്വൽ ടു 0യും ആർ ഇസിക്കൽ ടു 0 ആണെന്ന് വിചാരിക്കാം. അടുത്ത കണ്ടീഷൻ എടുക്കുക, ഇസിക്കൽ ടു 0 ആർ ഇസിക്കൽ ടു 0, ക്ലോക്കിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പം 0-1 ആണ് ഇവിടെ വരുന്നത്, ഇവിടെ എന്ത് വരും? 10. അപ്പോൾ ഔട്ട്പുട്ട് എന്തേ വരുള്ളൂ? 1-1. അപ്പോൾ ലാച്ചിലേക്ക് ചെല്ലുന്ന ഇൻപുട്ട് ഏതാ? 1-1 ചെല്ലുമ്പം ലാച്ചിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്താണെന്നാണ് ഞാൻ പറഞ്ഞേ? നോ ചേഞ്ച്. അതായത് പ്രീവിയസ്ലി എന്തായിരുന്നോ ഉണ്ടായിരുന്നേ ആ സെയിം കണ്ടീഷനാണ് എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു ട്രൂത്ത് ടേബിൾ വരച്ചിട്ടുണ്ട് ആരുടെ? ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ. ഇപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി ക്ലോക്ക് ഹൈ ആയിട്ട് നിൽക്കുവാണ്. ക്ലോക്ക് എപ്പോഴും എന്താണ്? ഹൈ ആണ്. 0-0, 0-1, 10, 1-1 4 കണ്ടീഷൻ കൊടുത്തു. 4 കണ്ടീഷനും കൊടുത്തു. ഈ 4 കണ്ടീഷൻ നോക്കിയേ, 0-0 വരുന്ന സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഔട്ട്പുട്ട് എന്താണ്? നോ ചേഞ്ച് ആണ്. പക്ഷേ ലാച്ചിൽ അവിടെ എന്തായിരുന്നു? ലാച്ചിൽ അത് ഇൻവാലിഡ് ആയിരുന്നു. ലാച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുന്നത് ഔട്ട്പുട്ട്. കണ്ടോ? അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 0-0 കൊടുക്കുമ്പം നോ ചേഞ്ച് എന്നുള്ള കണ്ടീഷനാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 0-1 കൊടുക്കുമ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും എന്താണ്? റീസെറ്റിലാണ്. അതായത് ക്യൂ എപ്പോഴും എന്തായിരിക്കും? 0യും ക്യൂ ബാർ 1ഉം ആയിരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 1-0 കണ്ടീഷൻ കൊടുക്കുമ്പം ക്യൂ എപ്പോഴും എന്തായിരിക്കും? 1ഉം ക്യൂ ബാർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എവിടെയാണ്? സെറ്റിലാണ്. എഗെയിൻ 1-1 കൊടുക്കുന്ന കണ്ടീഷനിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എന്ത് വരുന്നത്? ഇൻവാലിഡ് എന്നുള്ള കണ്ടീഷൻ വരുന്നത്. ഇത്രയും മനസ്സിലായോ? അടുത്തൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. അതാരാണ്? ക്ലോക്ക് വേണമെങ്കിൽ എന്താവാം? 0 ആവാം. നിങ്ങളിവിടെ നോക്കിക്കേ, ക്ലോക്ക് 0 ആണെന്ന് വിചാരിക്കുക.
ഈ ക്ലോക്ക് 0 ആണ്. എസിൻ്റെ വാല്യൂ 1 ആയിക്കോട്ടെ, എസിൻ്റെ വാല്യൂ എന്തും ആയിക്കോട്ടെ, 1 1 കൊടുക്കുമോ അല്ലെങ്കിൽ 0 0 കൊടുക്കുക, എന്തും കൊടുക്കാം. എന്തായാലും ഒരു ഇൻപുട്ട് എന്താ, ക്ലോക്ക് 0 എന്നായാലും ഈ നാൻഡ് ഗേറ്റിന് ഒരു ഇൻപുട്ട് 0 ആണ്, ഒരു ഇൻപുട്ട് 0 നമ്മൾ പഠിച്ചായിരുന്നു. നാൻഡിന് ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ തന്നെ ഔട്ട്പുട്ട് എന്തേ വരുള്ളൂ, 1 1. അതായത് ലാച്ചിലേക്ക് ചെല്ലുന്ന ഇൻപുട്ട് എന്താ, 1 1 എന്നൊരു ഇൻപുട്ട് മാത്രമേ ലാച്ചിലേക്ക് ചെല്ലുള്ളൂ. ലാച്ച് നമ്മൾ പഠിച്ചായിരുന്നു, 1 1 എന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്, നോ ചേഞ്ച്. അതുകൊണ്ടാണ് ഈ ട്രൂത്ത് ടേബിളിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്തും ആയിക്കോട്ടെ, 0 ആവാം 1 ആയിക്കോളാം, എന്തും ആയിക്കോട്ടെ, ആറിൻ്റെ വാല്യൂ 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, എന്തും ആയാലും നോ ചേഞ്ച് ആണ്. അത് പ്രീവിയസ്ലി തൊട്ട് മുമ്പ് ഏത് സ്റ്റേറ്റ് ആയിരുന്നോ ക്യൂവും ക്യൂ ബാറും, ക്യൂവിൻ്റെ വാല്യൂ എന്തായിരുന്നോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കും. തൊട്ട് മുമ്പ് ക്യൂ ബാർ എന്തായിരുന്നോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. അതുകൊണ്ടാണ് നോ ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ ട്രൂത്ത് ടേബിൾ ഇതല്ല. ആക്ച്വലി നിങ്ങൾ പരീക്ഷയ്ക്കും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ട്രൂത്ത് ടേബിൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ ആക്ച്വൽ ട്രൂത്ത് ടേബിൾ ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ആക്ച്വൽ ട്രൂത്ത് ടേബിളിനകത്ത് നമ്മൾ ക്യൂവും ക്യൂ ബാർ എന്നല്ല പറയുന്നത്, QN എന്നും QN ബാർ എന്നോ QN+1 എന്നോ. QN എന്ന് പറഞ്ഞാൽ ഇപ്പോൾ Q2 ആണെന്ന് വിചാരിക്കുക. Q2 ആണെങ്കിൽ QN+1 എന്നായിരിക്കും, Q3 ആണ്. ഇവിടെ Nൻ്റെ വാല്യൂ ഇപ്പോൾ എന്നാ 2 ആണ്, അപ്പോൾ N+1 3 ആണ്. Q1 ആണെങ്കിൽ QN+1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, Q2 ആയിരിക്കും. ഇവിടെ Nൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ എന്താ 1, അപ്പോൾ 1+1 2 ഉണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും എന്നാണ് പറയുന്നത്. QNനെ പറയുന്ന പേരാണ് പ്രസൻറ്റ് സ്റ്റേറ്റ്, QN+1 പറയുന്ന പേരാണ് നെക്സ്റ്റ് സ്റ്റേറ്റും പ്രസൻറ്റ് സ്റ്റേറ്റും എന്നാണ് പറയുന്നത്. ആക്ച്വൽ ട്രൂത്ത് ടേബിളിനകത്ത് നമ്മൾ പറയുന്നത് ക്യൂവും ക്യൂ ബാറും ഒന്നുമല്ല എടുക്കുന്നത്, QNനും പ്രസൻറ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം. ഇപ്പം ഇനിഷ്യലി നോക്കിയോ, ക്ലോക്കിൻ്റെ വാല്യൂ ഹൈ ആക്കി നിർത്തിയിരിക്കുകയാണേ. ക്ലോക്കിൻ്റെ വാല്യൂ ഹൈ ആണ്. എസിൻ്റെ വാല്യൂ 0 0 ആവാം, 0 0 ആവാം, 0 1 ആവാം, 1 0 ആവാം, 1 1 ആവാം, അല്ലേ, ഇത്രയാവാം. നമുക്കറിയാം എസ് ബാറും 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ഏത് സ്റ്റേറ്റിലായിരിക്കും, നോ ചേഞ്ച് സ്റ്റേറ്റിലാണ്. എസ് ബാറും 0 1 സ്റ്റേറ്റിലാണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, റീസെറ്റിലായിരിക്കും. റീസെറ്റ് മീൻസ് എന്താണെന്ന് പറയാം. ഓക്കെ, അടുത്തത് എസിൻ്റെ വാല്യൂ 1 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, സെറ്റായിരിക്കും. എസ് ബാറും 1 1 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, ഇൻവാലിഡ് ആയിരിക്കും. ഈ കണ്ടീഷൻ നമുക്കറിയാം, അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുക, എസിൻ്റെ വാല്യൂ 0 0 ആകുമ്പം നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ചിലപ്പോൾ 0 ആകാം 1 ആകാം. എസിൻ്റെ വാല്യൂ 0 1 ആവാം, പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആകാം 1 ആവാം. എസിൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂ 1 0 ആവുന്ന സമയത്ത് പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആകാം 1 ആവാം. 1 1 ആവുന്ന സമയത്ത് പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, എനിക്ക് QN എന്ന് പറയുന്നത് 0 ആവാം 1 ആവാം. നെക്സ്റ്റ് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റേറ്റാണ് നമുക്ക് എപ്പോഴും എന്ത് തരുന്നത്, കറക്റ്റ് ഔട്ട്പുട്ട് തരുന്നത്. പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആയിക്കോട്ടെ, ഔട്ട്പുട്ട് എന്തും ആയിക്കോട്ടെ. അതായത് ഒന്നുകൂടെ പറയാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ എസ് ആറും 0 0 കണ്ടീഷൻ വരുമ്പം ഔട്ട്പുട്ട് എപ്പോഴും ഏത് കണ്ടീഷനാണ്, നോ ചേഞ്ച് ആണ്, അല്ലേ. ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ 0 ആയിക്കോട്ടെ, പ്രസൻറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ 1 ആയിക്കോട്ടെ, നിലവിൽ ഇപ്പോൾ 0 ആയിക്കോട്ടെ, പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആയി, എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് ഉള്ള സ്റ്റേജ് 0 ആയിക്കോട്ടെ, ക്യൂവിൻ്റെ വാല്യൂ 0 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യൂ ബാർ 1 ആയി, ക്യൂ എന്ന് പറഞ്ഞ് 0 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ 1 ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോ ചേഞ്ച്. ക്യൂ എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതെന്താണോ അത് തന്നെയായിരിക്കും ഇത്. ഇനി ഇൻപുട്ട് 0 1 ആവുന്ന സമയത്ത് ഈ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആയിക്കോട്ടെ, പ്രസൻറ്റ് സ്റ്റേറ്റ് എന്തായിക്കോട്ടെ 1 ആയിക്കോട്ടെ, പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, ഔട്ട്പുട്ട് എപ്പോഴും എങ്ങനെയായിരിക്കും, റീസെറ്റിലായിരിക്കും. ഔട്ട്പുട്ട് എപ്പോഴും എന്താ കിട്ടുള്ളൂ, റീസെറ്റ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും എവിടെയായിരിക്കും, റീസെറ്റ്. അതായത് ക്യൂ എവിടെയായിരിക്കും, 0-ലാണ്. അടുത്തത് വൺസ് എസ് ആറും 1 0 ആണെന്ന് വിചാരിക്കാം. എസ് ആറും 1 0 ആണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് എപ്പോഴും ഏത് സ്റ്റേറ്റാണ്, സെറ്റ്. അതായത് ഔട്ട്പുട്ട് എപ്പോഴും എന്തേ കിട്ടുള്ളൂ, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, ഏത് കൊടുത്താലും ഔട്ട്പുട്ട് എപ്പോഴും എവിടെ നിൽക്കുകയുള്ളൂ, 1 ആയിരിക്കും. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എസ് ആറും 1 1 ആവുന്ന സമയത്ത് പിന്നെ നമുക്കറിയാം ഇൻവാലിഡ് ആണ്. അപ്പം പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, ഈ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഇൻവാലിഡ് ആയിരിക്കും. ഈ ട്രൂത്ത് ടേബിൾ വേണം ഒന്നും കൂടെ ജസ്റ്റ് ഒരു ഷോർട്ടിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, ക്ലോക്ക് ഹൈ ആണെങ്കിൽ നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പിന് എസ് ആറും 0 0 0 1 1 0 1 1 4 കണ്ടീഷനാണ്. 0 0 കൊടുക്കുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും നോ ചേഞ്ചില്ല. 0 1 കൊടുക്കുമ്പോൾ റീസെറ്റാണ്, 1 0 കൊടുക്കുമ്പോൾ സെറ്റിലായിരിക്കും, 1 1 കൊടുക്കുമ്പം ഇൻവാലിഡ് ആയിരിക്കും. പ്രസൻറ്റ് സ്റ്റേറ്റ് എന്തുമായിരിക്കും, പ്രസൻറ്റ് സ്റ്റേറ്റ് ചിലപ്പോൾ 0-ലാവാം 1 ആവാം, 0 ആകാം 1 ആവാം, 0 ആകാം 1 ആവാം, 0 ആകാം 1 ആവാം. ഓരോ കണ്ടീഷനിലും ഏതുമായിക്കോട്ടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഇതനുസരിച്ചേ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് ഇൻപുട്ട് 0 0 കൊടുത്താൽ
നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എപ്പോഴും എന്താണ്? നോ ചേഞ്ച്. തൊട്ട് പ്രീവിയസ് സ്റ്റേറ്റ് നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 തന്നെ ആയിരിക്കും. നേരത്തെ 1 ആയിരുന്നെങ്കിൽ ഔട്ട്പുട്ട് എന്ത് തന്നെ ആയേനെ? 1 ആയേനെ. ഓക്കെ. ഇനി റീസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? റീസെറ്റിലായിരിക്കും. 0 തന്നെ ആയിരിക്കും. റീസെറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ എന്താ? 0 ആവുന്നതിനെയാണ് നമ്മൾ റീസെറ്റ് എന്ന് പറയുന്നത്. ക്യൂ എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. ഇനി എസിൻ്റെ ആറിൻ്റെയും വാല്യൂ 1 0 ആയിക്കോട്ടെ. എസിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0 ആയിക്കോട്ടെ. എന്തും ആയിക്കോട്ടെ. പക്ഷേ എന്നാലും ഔട്ട്പുട്ട് എപ്പോഴും എവിടെയാണ് നിൽക്കുകയുള്ളൂ? സെറ്റ്. അതായത് ക്യൂ എപ്പോഴും എന്താ നിൽക്കുകയുള്ളൂ? 1. അത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിട്ടേ നിൽക്കുകയുള്ളൂ? 1 ആയിട്ടേ നിൽക്കുകയുള്ളൂ. അടുത്തത് എസിൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ അത് എപ്പോഴും ഔട്ട്പുട്ട് എപ്പോഴും എന്തായിട്ടേ നിൽക്കുകയുള്ളൂ? ഇൻവാലിഡ് ആയിട്ടേ നിൽക്കുകയുള്ളൂ. ഈ നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പ്രീവിയസ്ലി എന്തായിരുന്നോ അത് തന്നെയായിരിക്കും ഇപ്പോഴും. അപ്പോൾ പ്രീവിയസ്ലി ഇവിടെ പ്രീവിയസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് ഏതാണോ? പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ത് തന്നെയായിരിക്കും? 0 ആണ്. പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ടാണ് നോ ചേഞ്ച് കണ്ടീഷൻ. പ്രസൻറ്റ് സ്റ്റേറ്റ് എന്തായിരുന്നോ അത് തന്നെയായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റും. ഇവിടെയോ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്തായിക്കോട്ടെ ഔട്ട്പുട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? സെറ്റ് ആണെങ്കിൽ സെറ്റായിട്ട് തന്നെ നിൽക്കും. റീസെറ്റ് ആണ് റീസെറ്റായിട്ട് നിൽക്കും. ഇൻവാലിഡ് ആണെങ്കിൽ ഇൻവാലിഡ് ആയിട്ടേ നെക്സ്റ്റ് സ്റ്റേറ്റ് വരത്തുള്ളൂ. ഇതാണ് ശരിക്കും ഇതിൻ്റെ ആക്ച്വൽ ട്രൂത്ത് ടേബിൾ. പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ ട്രൂത്ത് ടേബിളാണ് വരയ്ക്കാൻ നോക്കേണ്ടത്. ഓക്കെ.